ഓക്കെ. കാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തോ? അതുവരെ എത്തിയോ? ക്ലിക്ക് ചെയ്തു അല്ലേ? ആ ക്ലിക്ക് ചെയ്ത് ബട്ടണിൽ അതിനകത്ത് ആ ഒരു ഐറ്റം സെയിം തന്നെയാണോ എന്ന് ചെക്ക് ചെയ്തു. ഓക്കെ. ആ ഇനി നെക്സ്റ്റ് എന്താണ്? ചെക്ക്ഔട്ട് ബട്ടൺ. ആ, ചെക്ക്ഔട്ട് ഉം. ബട്ടനെ കണ്ടുപിടിച്ചോ? ലൊക്കേറ്റ് ചെയ്തോ? ആ, ഇന്നലെ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായി. ചെയ്തായിരുന്നോ? ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഞാൻ ചെയ്തിട്ടുണ്ടായി. നവമി ചെയ്തോ? ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ചെക്ക്ഔട്ട് ബട്ടനെ ജസ്റ്റ് ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അത്രയും ചെയ്യും. നിഷ ഓക്കെ. നെറ്റ്വർക്ക് ഒന്ന് കട്ടായതാ. ചെയ്തോ ചെക്ക്ഔട്ട് ബട്ടൺ വരെ? ചെയ്യുവാണ്. ഓക്കെ. സിജി ഇന്നലെ എന്തുവരെ ചെയ്തായിരുന്നു? ചെക്ക്ഔട്ട് ബട്ടൺ ലൊക്കേറ്റ് ചെയ്തായിരുന്നോ? ചെക്കൗട്ട് ഞാൻ ജസ്റ്റ് കൊടുത്തായിരുന്നു. ഓക്കെ. ആ അവിടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട്? ചെക്ക്ഔട്ട് വരെ ചെയ്തു. ഓക്കെ. ഇനി ഒന്ന് റൺ ചെയ്തേ. ഹൃദയ റൺ ചെയ്തേ. ഓക്കെ. ചെക്ക്ഔട്ട് ബട്ടൺ എത്തിയതിനു ശേഷം നമുക്ക് എന്താ വേണ്ടത്? ഇതിനകത്ത് കുറച്ച് ഡാറ്റ ഉണ്ട്. ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ലൊക്കേറ്റർ യൂസ് ചെയ്യാം. നോർമൽ ലൊക്കേറ്റേഴ്സും യൂസ് ചെയ്യാം. പക്ഷെ ഒരു സ്പെഷ്യൽ ലൊക്കേറ്റേഴ്സ്, അതായത് പ്ലേസ് ഹോൾഡർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. പ്ലേസ് ഹോൾഡർ മീൻസ് ഇപ്പോൾ ആ ഓരോ ഇൻപുട്ട് ബോക്സിൻ്റെ ഉള്ളിലും ലൈറ്റ് ആയിട്ട് എഴുതിയിട്ടില്ലേ? ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതായത് സെപ്പറേറ്റ് അല്ലാതെ ആ ഇൻപുട്ട് ബോക്സിനകത്ത് തന്നെ എഴുതിയേക്കാണ് അത് ഫസ്റ്റ് നെയിം ആണ് ലാസ്റ്റ് നെയിം ആണ് എന്നുള്ളത്. ഇതിനാണ് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഐഡിയ അതിനകത്ത് കാണാൻ പറ്റും. ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയേ. ഐഡിയ അല്ല, പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് അതിനകത്ത് ഉണ്ടാവും. ചെക്ക്ഔട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. പ്ലേസ് ഹോൾഡർ നോക്കിയേ. പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ടോ? ഫസ്റ്റ് നെയിം. ഓക്കെ.
അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ലൊക്കേറ്റേഴ്സ് നോക്കുന്നത് ഐ ഡി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, നമ്മൾ ഇത്ര നേരം ചെയ്ത് സെയിം വേയിൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഗെറ്റ് ബൈ പ്ലേസ് നമുക്ക് ഗെറ്റ് ബൈ ടെസ്റ്റ് ചെയ്ത പോലെ ഗെറ്റ് ബൈ പ്ലേസ് ഹോൾഡർ ഉണ്ട്. എന്നിട്ട് അപ്പോൾ ആ പ്ലേസ് ഹോൾഡറിൻ്റെ അകത്ത് എന്താണോ പ്ലേസ് ഹോൾഡറിന്റെ വാല്യൂ ഫസ്റ്റ് നെയിം അല്ലേ, ജസ്റ്റ് ഫസ്റ്റ് നെയിം എന്ന് ഇട്ട് കൊടുക്കാം. അതേപോലെ ഈ 3 ഗെറ്റ് ബൈ പ്ലേസ് ഹോൾഡർ യൂസ് ചെയ്തിട്ട് ഒന്ന് ചെയ്യുമോ? ഓക്കെ. ലൊക്കേറ്റർ അല്ല, ഗെറ്റ് ബൈ പ്ലേസ് ഹോൾഡർ. ഇതോട്ട് ഗെറ്റ് ബൈ പ്ലേസ് ഹോൾഡർ. എന്നിട്ട് എന്താണോ പ്ലേസ് ഹോൾഡർ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. എന്തായാലും ഓക്കെ. എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഡാറ്റ പറഞ്ഞു കൊടുക്കുക. ഡോട്ട് ഫില്ല് എന്താണ് ഡാറ്റ, ഫസ്റ്റ് നെയിം പറഞ്ഞു കൊടുക്കുക, സെക്കൻഡ് ലാസ്റ്റ് നെയിം പറഞ്ഞു കൊടുക്കുക, പോസ്റ്റിൽ ഈ 3 ഇതേപോലെ ഒന്ന് ചെയ്യാം. ഓക്കെ. ക്ലിക്ക് ചെയ്തോ? കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തോ? എല്ലാവരും ഇതുവരെ എത്തിയോ? ഞാൻ എത്തിയിട്ടില്ല. ഓക്കെ. ഞാൻ പ്ലേസ് എന്താണ് പോസ്റ്റൽ കോഡിന്റെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തേ. ഓക്കെ. ടെസ്റ്റ് കണ്ട് ഏൽപ്പിച്ചോ? കണ്ടിന്യൂ നെക്സ്റ്റ് പേജിൽ എത്തിയോ? എത്തി. നെക്സ്റ്റ് പേജ് ഇങ്ങനെ ഒരു ഓക്കെ. ഇനി എന്താ നെക്സ്റ്റ് ഫിനിഷ് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്തേക്ക്. ഫിനിഷ് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തേക്ക്.
ഫിനിഷ് ചെയ്തിട്ടൊന്ന് ടെസ്റ്റ് റൺ ചെയ്തേ. ഓക്കെ, ഇങ്ങനെ ഒരു കൺഫേം പേജ് വരെ കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടി. സിജിക്ക് കിട്ടിയോ? കിട്ടി. ഓക്കെ, അടുത്തത് എന്താ പറയട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു കൺഫേം പേജ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഇതിനകത്ത് കാണിക്കുന്നില്ലേ, താങ്ക് യു ഫോർ യുവർ ഓർഡർ, അതായത് ഓർഡർ കൺഫേം ആയെന്നുള്ള ഒരു ടെക്സ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പേജിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അസേർഷൻ ചെയ്യാം. അപ്പോൾ അതിന് ആദ്യം എന്ത് വേണം, ആ ടെക്സ്റ്റിന് ആ ഒരു താങ്ക് യു ഫോർ യുവർ ഓർഡർ എന്ന് പറഞ്ഞതിന് എന്ത് ചെയ്യാം, ലൊക്കേറ്റ് ചെയ്തിട്ട് ഒരു വേരിയബിളിനേക്ക് ഇട്ട് വെക്കാം. ഹെഡർ മെസ്സേജെന്നോ താങ്ക് യു മെസ്സേജെന്നോ അങ്ങനെ ഒരു മെസ്സേജിൻ്റെ ഒരു വേരിയബിളിലേക്ക് അതിനെ അസൈൻ ചെയ്ത് വിടാം. എന്നിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാം, അസേഷൻ ചെക്ക് ചെയ്യാം. എന്തായിരുന്നു അതിൻ്റെ ഇത് സ്പെഷ്യൽ ലൊക്കേറ്റർ വെച്ചിട്ടാണോ എടുക്കേണ്ടത് അതോ നോർമൽ ചെയ്തേക്കും. ഇതെന്താണ്, H2 എന്ന് പറഞ്ഞൊരു ക്ലാസ്, H2 ആണ് അതിന്റെ ക്ലാസ് നെയിം. എന്താ, കംപ്ലീറ്റ് ഹെഡർ. ക്ലാസ് വെച്ചിട്ട് കിട്ടുമല്ലോ നമുക്ക്, ഡോട്ട് കംപ്ലീറ്റ് ഹെഡർ. ഇത് എന്തിന്റെ ഡിപ്പിന്റെ അകത്താണോ മെയിൻ ഡിപ്പ്? എന്താ, ചെക്ക് ഔട്ട് കംപ്ലീറ്റ് ഹെഡർ. ജസ്റ്റ് കംപ്ലീറ്റ് ഹെഡർ എന്ന് പറഞ്ഞു കൊടുത്താലും മതി. എന്നിട്ട് ലൊക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയും ചെയ്തോ? താങ്ക് യു മെസ്സേജിനെ ലൊക്കേറ്റ് ചെയ്തോ? ചെയ്തു. എല്ലാരും ചെയ്തോ? മാമി സിജി. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു താങ്ക് യു മെസ്സേജ് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, അസേർട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ലൈനിൽ അവൈറ്റ് എക്സ്പെക്ട് എന്താ നമ്മുടെ ലൊക്കേറ്റർ, നമ്മളിപ്പോൾ ലൊക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ലൊക്കേറ്റർ എന്താ, ഓക്കെ താങ്ക് യു മെസ്സേജ്. എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, പുറത്ത് ടു ഹാവ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. ടു ഹാവ് ടെസ്റ്റ് ഡോട്ട് ടു ഹാവ് ടെസ്റ്റ് ഓക്കെ. ആ ടെക്സ്റ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, നമ്മുടെ എന്താണ് H2-നകത്ത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ താങ്ക് യു മെസ്സേജിനകത്ത് ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തായിരുന്നു, താങ്ക് യു ഫോർ യുവർ ഓർഡർ എന്ന് ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കുക, കോപ്പി ചെയ്ത് കോഴ്സിനകത്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോ എന്താണ്, ഇങ്ങനെ ഒരു മെസ്സേജ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.
ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഓർഡർ എന്തായിട്ടുള്ളൂ, കൺഫേം ആയിട്ടുള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഓർഡർ കൺഫേം ആയി. നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് തൊട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് സൈറ്റാണ് എന്ത് ചെയ്തേക്കുന്നത്, ടെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, അതൊന്ന് റൺ ചെയ്ത് പോസ്റ്റ് മാറ്റണം. ഓക്കെ, ടെസ്റ്റ് പാസ്സായില്ലേ? പാസ്സായില്ലേ? എല്ലാവരുടെയും പാസ്സായോ? റൺ ചെയ്യുവാണേ. ഓക്കെ, പാസ്സായിട്ടുണ്ട്. ഓക്കെ. സിജിയുടെ പാസ്സായോ? എന്നെ പാസ്സായി. ടെസ്റ്റ് പാസ്സായി ട്രൂ എന്ന് വരുമോ? എന്താണ് വരുന്നത്? ട്രൂ ടെസ്റ്റ് ഒന്നും വരില്ലേ? ട്രൂ ഒക്കെ നമ്മൾ മുന്നേ പ്രിന്റ് ചെയ്യാൻ കൊടുത്ത ട്രൂ, സോഴ്സ് ലാബ്, ബാക്ക് അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്റ്റ് നെയിം, പിന്നെ കൗണ്ട്, അതൊക്കെ നമ്മൾ മുന്നേ പ്രിന്റ് ചെയ്യാൻ കൊടുത്തതാ. അതെല്ലാം വരും. വൺ പാസ്ഡ് എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഈ അസർഷൻ കൊടുക്കുന്നോണ്ട് നമ്മൾ പാസോ ഫെയിലോ ടെസ്റ്റിനെ ആക്കുവാണല്ലേ, അതല്ലേ? അതെ. ഈ അസേഷൻ ഇപ്പൊ ചെക്ക് ചെയ്ത് ഇപ്പൊ ഈ താങ്ക് യു ഫോർ ഓർഡറില് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, ഒരു സ്പേസ് ഒക്കെ കുറഞ്ഞു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ എന്ത് ചെയ്യും, അത് ഫെയിൽ ആവും. ഇപ്പൊ എന്ത് പറയും, ഇങ്ങനെ ഒരു മെസ്സേജ് അതിനകത്ത് ഉണ്ടാവില്ല. നമ്മൾ ഇന്നലെ ടു ബി ട്രൂത്തിന്റെ പോലെ തന്നെ ടു ബി ഫോൾസി നോക്കിയായിരുന്നു, ഓർമ്മയില്ലേ? ഓക്കെ, അതേപോലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ ഫോൾസി ആയപ്പോ നമ്മുടെ ഔട്ട്പുട്ട് എന്ത് ചെയ്തു, നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫോൾസ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇട്ട് കൊടുത്തത്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടി, പാസ്സായി. അതേപോലെ തന്നെയാണ് ടു ഹാവ് ടെസ്റ്റിനകത്ത് ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ തെറ്റിച്ചിട്ട് കൊടുത്താൽ ടെസ്റ്റ് ഫെയിൽ ആവും. തെറ്റിച്ചിട്ട് കൊടുക്കാന്ന് വെച്ചാൽ ഈ ഒരു ഓർഡർ കൺഫേം ആയെങ്കിൽ മാത്രമല്ലേ ഈ മെസ്സേജ് വരുള്ളൂ. കൺഫേം ആയിട്ടില്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് അത് ചെക്ക് ചെയ്തത് മാത്രം. ഇതുവരെ ചെയ്തോ? നവംബർ റൺ ചെയ്തോ? ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ഒരു ഡെമോസ് ആയിട്ട് നമ്മളിപ്പോ ചെയ്തത്. ജസ്റ്റ് അതിനകത്തുള്ള കാര്യങ്ങൾ. ഇതിപ്പോ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേല ചെയ്തേക്കുന്നത്. ഒരൊറ്റ ടെസ്റ്റിനകത്ത് എന്ത് ചെയ്തേക്കാണ്, എല്ലാം അങ്ങനെ ചെയ്തു വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ പേജ് ഒബ്ജക്റ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഇതിനകത്ത് തന്നെ എടുത്തു നോക്കിയേ, നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്സ് എടുത്തു നോക്കിയേ. ഫസ്റ്റ് സ്റ്റെപ്സിനകത്ത് നമ്മൾ കുറെ ലൊക്കേറ്റേഴ്സും കണ്ടുപിടിച്ച് വെച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലോഗിൻ പേജിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ലൊക്കേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടൈറ്റിലൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ലോഗിൻ പേജിലേക്ക് കടന്ന് ലോഗിൻ പേജിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഡാറ്റയൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അത് എൻ്റർ ചെയ്തു. ലോഗിൻ പേജിൽ നിന്ന് പിന്നെ നമ്മൾ എങ്ങോട്ട് പോകുന്നു, ആ പ്രൊഡക്റ്റ് ഒക്കെ ഉള്ള ഒരു പേജിൽ, ഒരു ഡാഷ്ബോർഡ് പോലെ ഒരു പേജ്, പ്രൊഡക്റ്റ് എല്ലാം വരുന്ന ആ പ്രൊഡക്റ്റ് പേജിലേക്ക് വന്നു. ആ പേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ലൂപ്പിനകത്ത് കയറി ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ പ്രൊഡക്റ്റിനെ ആഡ് ടു കാർട്ടിലേക്ക് ക്ലിക്ക് ചെയ്തു. അപ്പൊ അതെന്ത് ചെയ്തു, വേറൊരു പേജിലേക്ക് വന്നു, കാർട്ട് പേജിലേക്ക് വന്നു അല്ലെ. കാർട്ട് പേജിൽ നിന്ന് നമ്മൾ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ചെക്ക്ഔട്ട് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ചെക്ക്ഔട്ട് പേജിലേക്ക് വന്നു. ചെക്ക്ഔട്ട് പേജിൽ നിന്ന് നമ്മൾ ഫിനിഷ് കൊടുത്തപ്പോൾ ലാസ്റ്റ് ഒരു താങ്ക് യു മെസ്സേജ് വന്നു. ഇത്രയാണ് ഇതിനകത്ത് നടന്നേക്കുന്നത്. നമ്മൾ ഇപ്പൊ ഇത് കുഞ്ഞു പ്രൊജക്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ഒരു ഇതിനകത്ത് ചെയ്താലും നമുക്ക് റീഡബിൾ ആണ്, മനസ്സിലാവും. പക്ഷെ കുറച്ചും കൂടെ റീഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഓരോന്നിനും ഓരോ പേജസ് ആക്കി എടുക്കാൻ പറ്റും. മീൻസ് ഇതിപ്പോ എന്താ, ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ ലോഗിൻ പേജിന് മാത്രമാണ് വേണ്ടത്. അപ്പൊ അതെന്ത് ചെയ്യാം, ലോഗിൻ പേജിന് വേണ്ടിയിട്ട് ഒരു പേജ്, ജാവാസ്ക്രിപ്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്യാം. .js വെച്ചിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് പേജ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. സൈഡിൽ ഏതിന്റെ അണ്ടറില? പ്ലേ റൈറ്റിന്റെ അണ്ടറിലാണോ? ടെസ്റ്റിന്റെ അണ്ടറിൽ അല്ലല്ല, റൂട്ട് ഫോൾഡറിന്റെ അണ്ടറിൽ പ്ലേ റൈറ്റ് ഫോൾഡർ ഇല്ല. ഓക്കെ. ഒരു
ഫോൾഡർ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തേ, ഒരു മിനിറ്റ്. ചെയ്തോ? ഫോൾഡർ ക്രിയേറ്റ് ചെയ്തോ? ഓക്കെ. പേജ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ ഫോൾഡറിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ലോഗിൻ പേജിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് ലോഗിൻ പേജിന് നാവിഗേറ്റ് ചെയ്ത് പോകുന്ന പേജ് എന്താ, ഒരു പ്രൊഡക്റ്റിന്റെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പേജാണ്. അപ്പൊ പ്രൊഡക്റ്റ് പേജിനൊരു പേജ്, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് പേജ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് നമുക്ക് ലോഗിൻ പേജ് അല്ലേ, അപ്പൊ ലോഗിൻ പേജ് ഡോട്ട് JS എന്ന് പറഞ്ഞിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് ഫയലാണ് ക്രിയേറ്റ് ചെയ്യണേ. ഓക്കെ, എൻ്റർ ചെയ്താൽ അത് ഫയലായിട്ടല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്? JS ഫയലായിട്ട്. ഇത്രയും ചെയ്താൽ പറയണേ. ചെയ്തിട്ടുണ്ട്. ഓക്കെ, പറയട്ടെ. ഞാനും ചെയ്തേ. ഇനി നമ്മൾ ഇത് എന്താണ്, ക്ലാസ് പേജ് ഒബ്ജക്ട്സ് ആണ്. അപ്പൊ ഇതിന് ഓരോന്നിനും ഓരോ ക്ലാസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ക്ലാസ് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യാം? ക്ലാസ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? എനിക്ക് ലോഗിൻ പേജ്, അതായത് ഈ ലോഗിൻ പേജിന്റെ എല്ലാം ക്യാപിറ്റലിൽ കൊടുക്കണേടാ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫയൽ നെയിമും ജസ്റ്റ് അതേപോലെ കൊടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. നിർബന്ധമില്ല, പക്ഷെ അതാണ് കുറച്ചും കൂടെ നല്ലത് അല്ലേ. ഫയൽ നെയിമും ക്ലാസ് നെയിമും എപ്പോഴും സെയിം ആയിരിക്കണതായിരിക്കും. റീനെയിം ചെയ്താൽ മതി. ഓക്കെ, എല്ലും പിയും ക്യാപിറ്റലില്. ഓക്കെ, ലോഗിൻ പേജ് എൻ്റർ ചെയ്തു. എനിക്ക് ഈ ലോഗിൻ പേജിന് എന്ത് ചെയ്യണം, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെയാ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം? ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചേ. ക്ലാസ് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യാ? മറന്നുപോയോ? ക്ലാസ് എന്ന് പറഞ്ഞൊരു കീവേഡ്, ക്ലാസ് നെയിം, പിന്നെ ഒരു ക്ലാസ് നെയിം. ക്ലാസ് നെയിം എന്താ, ഫയൽ നെയിം തന്നെ കൊടുത്താൽ മതി. ലോഗിൻ പേജ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ബ്രേസസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, എൻ്റർ അടിച്ച് എൻ്റർ ക്ലിക്ക് ചെയ്യും. ഇതാണ് ഈ ബ്രേസസ് അല്ല. ക്ലാസ്സസ് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യാം? കേളി ബ്രേസസ്. ഇനി ഇതിനകത്ത് എന്തുണ്ടാവും ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ക്ലാസ്സിനകത്ത് എന്തുണ്ടാവും, ഒരു കൺസ്ട്രക്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കൺസ്ട്രക്ടറും കൂടെ ഒന്ന് ക്രിയേറ്റ് ചെയ്തേ. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു കീവേഡ്. ഇതെല്ലാം മറന്നുപോയോ? ക്ലാസ്സും കൺസ്ട്രക്ടറും ഒക്കെ സ്പെഷ്യൽ മെത്തേഡ്. അത് തന്നെ, സ്പെഷ്യൽ മെത്തേഡാണ്. എന്താ, കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു കീവേഡ് വെച്ചിട്ടാണ് അത് ഉണ്ടാവുക. എന്നിട്ടൊരു ബ്രേസസ്, റൗണ്ട് ബ്രേസസ് ഇട്ട് കൊടുത്തേ, റൗണ്ട്. ഓക്കെ, ഇനി പുറത്ത് റൗണ്ട് ബ്രേസസിന് പുറത്ത് കേളി ബ്രേസസ് ഇട്ട് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ ഫസ്റ്റ് 2 വീക്സിൽ ഇരുന്ന് പഠിച്ചതാ. ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനും ക്ലാസ്സിനകത്ത് കൺസ്ട്രക്ടർ വയ്ക്കാനും. ഓക്കെ, എൻ്റർ ക്ലിക്ക് ചെയ്തേ. ഈ കൺസ്ട്രക്ടറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ലോഗിൻ പേജിന് കോമൺ ആയിട്ടുള്ള ആൾക്കാരെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതായത് എനിക്ക് ക്ലാസ്സിൽ മൊത്തം ഇത് യൂസ് ചെയ്യണം. ഈ ലോഗിൻ പേജ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ മൊത്തം ഇത് യൂസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഡെമോ പ്രൊജക്ട് എടുത്തേ, ഡെമോ പ്രൊജക്ട് ഡോട്ട് സ്പെക് എടുത്തേ. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ആവശ്യം, ഇതിനകത്ത് എന്തൊക്കെ ആവശ്യമുണ്ട്? യൂസർ നെയിം എന്ന് പറഞ്ഞത് ആവശ്യമുണ്ട്, പാസ്വേഡ് ആവശ്യമുണ്ട്, പിന്നെന്താ, ലോഗിൻ ബട്ടൺ. ഇതിനൊക്കെ ലൊക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളില്ലേ, നമ്മള് യൂസർ നെയിമിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പാസ്വേഡിന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലൊക്കേറ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യാം, ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് അങ്ങോട്ട് വാ. ലൊക്കേറ്റേഴ്സ് മാത്രം കോപ്പി ചെയ്യാം. എന്നിട്ട് കൺസ്ട്രക്ടറിനകത്ത് ഇടാം. ലോഗിൻ യൂസർ നെയിമിന്റെ, പാസ്വേഡിന്റെ, പിന്നെന്തായിരുന്നു, ലോഗിൻ ബട്ടന്റെ. ഇത്രയും നമ്മൾ എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്ത് ആ കൺസ്ട്രക്ടറിനകത്തേക്ക് ഇടുകയാണ്. ജസ്റ്റ് ലൊക്കേറ്റേഴ്സ് മാത്രം മതി ഇടാം. ലൊക്കേറ്റ് ചെയ്യുന്നതിന് നമ്മൾ അവയ്ക്ക് കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ. 3 എണ്ണത്തിന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അത് മാത്രം മതി.
എന്താണ് ഓക്കെ. അല്ല, ലൊക്കേറ്റേഴ്സ് യൂസർ നെയിം പാസ്വേഡ് അല്ലേ? യൂസർ നെയിമിനെ ലൊക്കേറ്റേഴ്സ് മീൻസ് ആ യൂസർ നെയിമിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, എന്നിട്ട് നമ്മൾ യൂസർ ഓക്കെ. അത് ഞാൻ വേരിയബിളിലല്ല കൊടുത്തേക്കുന്നത്, ഞാൻ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ. ജസ്റ്റ് എന്നാ അവിടുന്ന് എന്ത് ചെയ്യാ, ആ ലൊക്കേറ്റേഴ്സിനെ മാത്രം കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒരു വേരിയബിളിലാക്കി ഇടും. ഇതേപോലെ ഓക്കെ ഓക്കെ ഓക്കെ. ഇതിനകത്ത് ചേഞ്ചസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ആദ്യം ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഒരു സെക്കൻഡ്. ഓക്കെ ഓക്കെ. അത്രയും ചെയ്തിട്ട് പറയണേ.